ഛായയിൽ സൃഷ്ടിച്ചു, നിത്യമായി സ്നേഹിച്ചെന്നെ നിന്റെ പുത്രനെ തന്നു രക്ഷിച്ചു നീ. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. മോചനം വീണ്ടും ജനനവും നീചപാപിയന്മേൽ വസിപ്പാൻ നിന്നാത്മാവിന്റെ ദാനവും നീ തന്നു സ്വർഗാനുഗ്രഹങ്ങളും. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. അന്നവസ്ത്രാദി നന്മകളെ എണ്ണമില്ലാതെന്മേൽ ചൊരിഞ്ഞു. തിന്മകൾ സർവത്തിൽ നിന്നെന്നെ കൺമണി പോലെ കാക്കുന്നു നീ. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. നാശമില്ലാത്തവകാശവും യേശുവിൻ ഭാഗ്യസന്നിധിയും നീതിയിൻ വാടമൂടിയതും തന്മക്കൾക്കു സ്വർഗ്ഗേ ലഭിക്കും. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാകൃപയ്ക്കായി
സ്വന്തം ഹൃദയത്തിന് താഴിട്ട് പൂട്ടിയിട്ട് ഇനിയൊരിക്കലും ആരും തുറക്കാതിരിക്കാൻ അതിൻ്റെ താക്കോൽ വലിച്ചെറിഞ്ഞു കളഞ്ഞിട്ടുണ്ട് പലരും. നെഞ്ചോട് ചേർത്ത് പിടിച്ച ചിലതൊക്കെ നഷ്ടപ്പെടുത്തുമ്പോൾ മനുഷ്യർക്ക് നഷ്ടപ്പെടുന്നത് ഒരായുസ് മുഴുവൻ നെയ്തുകൂട്ടിയെടുത്ത സ്വപ്നങ്ങളാണ്. ചില മനുഷ്യർ നമ്മളിൽ നിന്നും കവർന്നു കൊണ്ടുപോകുന്നത് നമ്മുടെ സ്വപ്നങ്ങളെയാണ്. തൻ്റേതെന്ന് കരുതിയിരുന്നത് എന്തും അതൊരു മനുഷ്യനായാൽ പോലും തൻ്റേതല്ലായിരുന്നു എന്ന് തിരിച്ചറിയുന്നൊരു നിമിഷമാണ് മനുഷ്യരൊക്കെയും തകർത്ത് കളയുന്നത്. തകർന്നു കാണാനാണ് പലരും പടിയിറങ്ങിയത്. തകർന്നു പോകുന്നെങ്കിൽ തകർക്കാൻ ശ്രമിച്ചവരുടെ വിജയമാണത്. അത് നമ്മുടെ തോൽവിയാണ്, തോറ്റു കൊടുക്കലാണ്. ഇന്നലെ വരെ വീണ് കിടന്നപ്പോൾ തനിയെ എഴുന്നേൽക്കാൻ മടി കാണിച്ചതൊക്കെയും ആവതില്ലാഞ്ഞിട്ടല്ല, പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ആളുണ്ടെന്ന ധൈര്യത്തിലാണെന്ന് തിരിച്ചറിയണം. തനിയെ എഴുന്നേൽക്കാനും തനിച്ചു നടക്കാനും കഴിവുള്ളവരും നമ്മുടെ ഉള്ളിലുണ്ട്. ഇനി ആരും പിടിച്ചെഴുന്നേൽപ്പിക്കാനില്ലെന്ന് ബോധ്യമായാൽ പിന്നെ തനിച്ചെഴുന്നേൽക്കണം. കാലുകൾ ഉറപ്പോടെ തറയിൽ ചവിട്ടി നിൽക്കണം. തിരിഞ്ഞു നോക്കാതെ മുന്നിലേക്ക് നടക്കണം. ഇട്ടെറിഞ്ഞു പോയവർ ഏൽപ്പിച്ചു പോയ മുറിവുകൾ കണ്ണീരുകൊണ്ട് ഉണക്കരുത്. വിയർപ്പിലെ ഉപ്പുരസം കൊണ്ട് അതിനെ ഉണക്കിയെടുക്കണം. വിശ്വാസങ്ങൾ തകർക്കപ്പെട്ടിടത്ത് പുതിയതൊന്നിനും പിന്നെ ഇടം കൊടുക്കരുത്. ഇനി എല്ലാവരും സഹയാത്രികർ മാത്രം, എവിടെ നിന്നോ കയറി എവിടെയൊക്കെയോ ഇറങ്ങിപ്പോകുന്നവർ. അതിനിടയിലെ ഇത്തിരി നേരങ്ങൾ മതിവരുവോളം ആഘോഷമാക്കണം. ഒരിക്കൽ തോറ്റുപോയാൽ കടമകളെയും കടപ്പാടുകളെയും പടിക്ക് പുറത്താക്കണം. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഭാരം കൊണ്ടാവും ലക്ഷ്യത്തിനു മുമ്പേ തളർന്നു വീഴുന്നത്. സ്വയം നീന്തിക്കയറാൻ പെടാപ്പാടുപെടുമ്പോൾ ചവിട്ടിയിട്ടവരെ വലിച്ചു കയറ്റാൻ ഒരിക്കലും ശ്രമിക്കരുത്. ചില നേരം ഹൃദയം താഴിട്ട് പൂട്ടുന്നതാവും ഏറ്റവും നല്ലത് കടപ്പാട്. ഭ്രാന്തില്ലാതെ തന്നെ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടവരാണ് നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരിൽ പലരും. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് കൊളുത്തിയിട്ടപ്പെട്ട ചിന്തകളുടെ ചങ്ങലയിൽ കുരുങ്ങി ഉറക്കം നഷ്ടപ്പെട്ടവർ. സുഖമായൊന്ന് ഉറങ്ങുക ഏതൊരു മനുഷ്യൻ്റെയും ഏറ്റവും വലിയ ആവശ്യമാണ്. മധുര സ്വപ്നങ്ങൾ കണ്ട് മതിച്ചുറങ്ങുന്ന മനുഷ്യർക്കിടയിൽ ഉറക്കമെന്ന അനുഭവം പോലും സ്വപ്നമായി മാറിയവരുണ്ട്. കനം തൂങ്ങിയ കണ്ണുകൾ തുറന്നു പിടിച്ചുകൊണ്ട് രാവ് വെളുപ്പിക്കുന്നവർ. ജീവിതത്തിൻ്റെ നിറം നഷ്ടപ്പെട്ട് സ്വപ്നങ്ങൾ പോലും ഇല്ലാതായി പോയവർ. അവർക്ക് പേടി പ്രേതങ്ങളെയല്ല, എല്ലാവരും ഉറങ്ങുമ്പോൾ ഉറക്കമില്ലാതെ കിടക്കുന്ന അവരെ തേടി വിരുന്നെത്തുന്ന പണ്ടെങ്ങോ കുഴിച്ചുമൂടിയ ഓർമ്മകളുടെ ആത്മാക്കളെയാണ്. പരിസരം മറന്നുറങ്ങുന്നവർ ശബ്ദങ്ങളെ പേടിക്കുമ്പോൾ ഉറക്കം നഷ്ടപ്പെട്ട മനുഷ്യരെ പേടിപ്പെടുത്തുന്നതൊക്കെയും കട്ട പിടിച്ച ഇരുട്ടിൻ്റെ കനത്ത നിശബ്ദതയാണ്. ഉറക്കം നഷ്ടപ്പെട്ട മനുഷ്യർ തടവ് പുലികളെ പോലെയാണ്. ഒന്നും ചെയ്യാനില്ലാതെ ഒരു രാവ് പുലരുവോളം ഓർമ്മകളുടെ ഇരുമ്പഴിക്കുള്ളിൽ തടവിലാക്കപ്പെട്ടവർ. പകൽ നേരം മാത്രം പരോളിൽ ഇറങ്ങുന്നവർ. ഓരോ രാത്രിക്കും ഒരായുസിൻ്റെ ദൈർഘ്യം അനുഭവിച്ചറിയുന്ന അത്തരത്തിലെ എത്ര മനുഷ്യരാണ് പകൽ നേരങ്ങളിൽ കനം തൂങ്ങിയ കണ്ണുകളുമായി കളിച്ച് ചിരിച്ച് നമ്മളോടൊപ്പം നടക്കുന്നത്, നമ്മളോടൊപ്പം ജീവിക്കുന്നത്, നമ്മളോടൊപ്പം ജോലി ചെയ്യുന്നത്, നമ്മൾ പോലും അറിയാത്ത നമ്മളോടൊപ്പമുള്ള ചിലർ. കടപ്പാട്. What's your biggest dream? My biggest dream is to dream big. What's your biggest problem? My biggest problem is to know what's my problem. What is the secret of success? Secret of success is a big secret. Do you have a specific future plan? My future plan is to plan my future. What is your favorite hobby? My favorite hobby is to decide my hobby.
What do you do to stay motivated? I motivate myself to stay motivated. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നല്ല ചിന്ത. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ തേന്മാവ് എന്ന കഥ വായിച്ചിട്ടില്ലേ? അതൊരു സൽക്കർമ്മത്തിൻ്റെ കഥയാണ്. ആരും അറിയണമെന്ന് ആഗ്രഹിക്കാതെ ഒരാൾ ചെയ്ത ഒരു സുഹൃതത്തിൻ്റെ കഥ. ഇതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. ഒരിക്കലും ഒരു യുവാവ് ഒരു ഇടവഴിയിലൂടെ നടന്നു പോവുകയായിരുന്നു. വേനൽക്കാലമായിരുന്നതിനാൽ നല്ല ചൂടുണ്ടായിരുന്നു. അയാൾ അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു വൃദ്ധൻ ഒരു മരച്ചോട്ടിൽ അവശനായി തളർന്നു കിടക്കുന്നത് കണ്ടിട്ട് മരിക്കാറായ ലക്ഷണമുണ്ട്. യുവാവ് അടുത്തെത്തിയപ്പോൾ വൃദ്ധൻ അയാളോട് കുടിക്കാൻ വെള്ളം ആവശ്യപ്പെട്ടു. യുവാവ് ഉടനെ തന്നെ അടുത്തുള്ള വീട്ടിൽ ചെന്ന് കുറച്ച് വെള്ളം വേണമെന്ന് പറഞ്ഞു. വരാന്തയിൽ ഇരിക്കുകയായിരുന്ന യുവതി അകത്തു പോയി ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് കൊണ്ടുവന്ന് അയാൾക്ക് കൊടുത്തു. വെള്ളവുമായി അയാൾ വേഗത്തിൽ നടന്നു പോകുന്നത് കണ്ടപ്പോൾ യുവതി ചോദിച്ചു, എങ്ങോട്ടാണ്? ഇടവഴിയിൽ ഒരാൾ തളർന്നു കിടക്കുന്നുണ്ടെന്നും വെള്ളം അയാൾക്ക് കൊടുക്കാനാണെന്നും പറഞ്ഞ് യുവാവ് ധൃതിയിൽ നടന്നുപോയി. അപ്പോൾ യുവതിയും അയാളുടെ പിന്നാലെ ചെന്നു. അടുത്തെത്തിയപ്പോൾ വൃദ്ധൻ മരിക്കാറായ പോലെ അവർക്ക് തോന്നി. അവർ വേഗത്തിൽ വെള്ളം അയാൾക്ക് നേരെ നീട്ടി. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് വൃദ്ധൻ പതുക്കെ എഴുന്നേറ്റിരുന്നു. പിന്നെ എഴുന്നേറ്റ് വഴിവക്കത്ത് വാടിത്തളർന്ന് നിൽക്കുകയായിരുന്ന ഒരു തൈമാവിൻ്റെ അടുത്ത് ചെന്ന് നിന്നു. എന്നിട്ട് ബിസ്മി ചൊല്ലി പാത്രത്തിലെ പകുതി വെള്ളം ആ മാവിന് ചെടിയുടെ മുരട്ട് ഒഴിച്ചു കൊടുത്തുകൊണ്ട് വൃദ്ധൻ പറഞ്ഞു, ഏതോ വഴിപ്പോക്കൻ മാങ്ങ തിന്ന് അതിൻ്റെ അണ്ടി വഴിയിൽ വലിച്ചെറിഞ്ഞതാണ്. അത് കിളർത്തു വരാൻ തുടങ്ങിയിരിക്കുന്നു. പിന്നെ വൃദ്ധൻ മരത്തണലിൽ വന്നിരുന്ന് പാത്രത്തിൽ ബാക്കിയുള്ള പകുതി വെള്ളം ബിസ്മി ചൊല്ലി കുടിച്ചു. എന്നിട്ട് അൽഹംദുലില്ലാഹ് എന്ന് ദൈവത്തിന് സ്തുതി ചൊല്ലിയ ശേഷം ചോദിച്ചു, നിങ്ങൾ രണ്ടാളുടെയും പേരെന്താണ്? എൻ്റെ പേര് റഷീദ്, സ്കൂൾ അധ്യാപകനാണ്. യുവാവ് പറഞ്ഞു. എൻ്റെ പേര് അസ്മ, സ്കൂൾ അധ്യാപികയാണ്. യുവതി പറഞ്ഞു. നമ്മെ എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ഉരുവിട്ടുകൊണ്ട് വൃദ്ധൻ അവരോടായി പറഞ്ഞു. എൻ്റെ പേര് യൂസഫ് സിദ്ദീഖ്. എനിക്ക് ബന്ധുക്കളായി ആരുമില്ല. ഒരു ഫക്കീറായി ലോകം ചുറ്റുകയായിരുന്നു ഞാൻ. മരിക്കാൻ പോവുകയാണ്. അതും പറഞ്ഞ് വൃദ്ധൻ മരച്ചുവട്ടിൽ കിടന്നു. അവരുടെ മുമ്പിൽ വെച്ച് തന്നെ യൂസഫ് സിദ്ദീഖ് എന്ന വൃദ്ധൻ മരിക്കുകയും ചെയ്തു. റഷീദ് വേഗം തൻ്റെ സഹോദരൻ്റെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞ് അവർ രണ്ടുപേരും ചേർന്ന് വൃദ്ധൻ്റെ മൃതദേഹം കുളിപ്പിച്ച് പുതുവസ്ത്രങ്ങളിൽ പൊതിഞ്ഞ് പള്ളിയിൽ കൊണ്ടുപോയി കബറടക്കുകയും ചെയ്തു. അതിനുശേഷം ആസ്മ എന്നും ആ മാവിൻ തൈക്ക് നനച്ചു കൊടുക്കുന്നത് പതിവാക്കി. പിന്നീട് റഷീദ് കല്യാണം കഴിച്ചത് ആസ്മ എന്ന ആ യുവതിയെയായിരുന്നു. അവർ സ്വന്തമായി വീടുണ്ടാക്കിയപ്പോൾ ഇടവഴിയിലെ ആ മാവിൻ തൈ ആസ്മയും റഷീദും ചേർന്ന് പറിച്ചെടുത്ത് അവരുടെ വീടുമുറ്റത്ത് കൊണ്ടുപോയി നട്ടു. ചുറ്റും തടം കെട്ടി വളമിട്ട് നനച്ചു കൊടുത്തു. മാവ് വളർന്ന് നിറയെ മാങ്ങയുണ്ടാകാൻ തുടങ്ങി. ബഷീർ ഒരു ദിവസം റഷീദിൻ്റെയും ആസ്മയുടെയും വീട്ടിൽ ചെന്നപ്പോൾ അവർ ആ മാവിലെ മാമ്പഴം പറിച്ച് ചെത്തിപ്പൂളി ഒരു പാത്രത്തിലാക്കി ബഷീറിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചു. തേൻ പോലെ മധുരമുള്ള മാമ്പഴം. അവർ അത് തിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ബഷീറിനോട് റഷീദ് ആ തേന്മാവിൻ്റെയും ഫക്കീറായ ആ വൃദ്ധൻ്റെ കഥ പറഞ്ഞു കൊടുക്കുന്നത്. പോകാൻ നേരത്ത് ബഷീറിന് വീട്ടിലേക്ക് കൊണ്ടുപോകാനായി അസ്മ കുറച്ച് മാമ്പഴം പൊതിഞ്ഞ് ബഷീറിൻ്റെ കയ്യിൽ കൊടുക്കാൻ അവരുടെ മകൻ്റെ അടുത്ത് കൊടുത്തുവിട്ടു. ബഷീർ സന്തോഷത്തോടെ അത് വാങ്ങുമ്പോൾ മകനോട് ചോദിച്ചു, മോൻ്റെ പേരെന്താ? അവൻ പറഞ്ഞു, യൂസഫ് സിദ്ദീഖ്. ബഷീർ അത്ഭുതത്തോടെ ചോദിച്ചു, യൂസഫ് സിദ്ദീഖ്? അതെ, യൂസഫ് സിദ്ദീഖ്. ഇങ്ങനെയാണ് ബഷീറിൻ്റെ തേന്മാവ് എന്ന കഥ അവസാനിക്കുന്നത്. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ഫക്കീറായ ഒരു വൃദ്ധൻ ആരും കാണണമെന്നോ ആരെയും അറിയിക്കണമെന്നോ ആഗ്രഹിക്കാതെ മഹത്തായ ഒരു സുഹൃതം ചെയ്തു. അതിലൂടെ യൂസഫ് സിദ്ദീഖ് എന്ന ആരാരും അറിയാത്ത അദ്ദേഹത്തിൻ്റെ നാമം മറ്റൊരാളിലൂടെ ലോകത്ത് അവശേഷിച്ചു. ചൂടേറ്റ് വാടിക്കരിഞ്ഞു പോകുകയായിരുന്ന ഒരു തൈമാവ് മധുരക്കനികൾ നൽകുന്ന ഒരു മഹാവൃക്ഷമായി വളരാൻ അദ്ദേഹത്തിൻ്റെ പുണ്യപ്രവൃത്തി കാരണമായി. തേന്മാവിൻ്റെ മധുരമുള്ള ഓർമ്മകളായി അനേകം ഹൃദയങ്ങളിൽ ആ ഫക്കീർ ഇന്നും ജീവിക്കുന്നു. മരണശേഷം ഒരാളെങ്കിലും ഓർമ്മിക്കുന്ന ഒരു നന്മയെങ്കിലും ബാക്കി വെച്ച് ഈ ലോകത്തോട് വിട പറയാൻ കഴിയുക എന്നത്
മഹാഭാഗ്യം തന്നെയാണ്. അങ്ങനെയൊരു ഭാഗ്യം ലഭിക്കണമെങ്കിൽ ജീവിതകാലത്ത് അത്തരം സൽചിന്തകൾ മനസ്സിൽ കൊണ്ടു നടക്കുകയും നല്ല കർമ്മങ്ങൾ കൊണ്ട് അതിനെ പരിപോഷിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. പണമായാലും സമയമായാലും ജീവിച്ചിരിക്കുന്ന കാലത്ത് അതൊക്കെ നല്ലതിനു വേണ്ടി ചെലവഴിക്കാൻ സന്മനസ്സുള്ളവർക്ക് മാത്രമേ സഫലമീ യാത്ര എന്ന നിർവൃതിയോടെ ജീവിതത്തോട് വിട പറയാൻ സാധിക്കുകയുള്ളൂ. ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ധന്യൻ പദവിയിൽ എത്തുന്ന കപ്പുച്ചിൻ വൈദികനാണ് തിയോഫനച്ചൻ. 1913 ജനിച്ച് 1941 പൗരോഹിത്യം സ്വീകരിച്ച തിയോഫനച്ചന്റെ അവസാനത്തെ 8 വർഷവും 6 മാസവും 3 ദിവസവും അച്ഛൻ ചെലവഴിച്ചത് എറണാകുളം ജില്ലയിലെ വൈറ്റിലക്കടുത്തുള്ള പൊന്നുരുന്നിയിലെ കപ്പൂച്ചിൻ ആശ്രമത്തിലാണ്. അവിടെ ഒരു കല്ലറയുണ്ട്. അവിടെ സേവനം ചെയ്തിരുന്ന അച്ഛന്മാരൊക്കെ അടക്കിയിരിക്കുന്ന ഒരു കല്ലറ. അവിടെ അടക്കിയിരിക്കുന്ന ആ ഫലകത്തില് എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ലവ് ഈസ് പേഷ്യന്റ്, ലവ് ഈസ് സിമ്പിൾ, ലവ് ഈസ് കൈൻഡ് എന്നൊക്കെയാണ്. ഒരു ഒറ്റ സെന്റൻസിൽ ആ ഒരു അച്ഛന്റെ ജീവിതം എന്തായിരുന്നോ എന്നത് ഒരു ക്യാപ്സൂൾ രൂപത്തിൽ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. അങ്ങനെ തിയോഫനച്ചനെ പറ്റി പറയണത് ഇങ്ങനെയാണ്: മനുഷ്യസ്നേഹി, വേദനിക്കുന്നവന്റെ തോളിൽ കൈയിട്ട് പുഞ്ചിരിയുടെ ദീപശിഖ കൊളുത്തിയ മനുഷ്യൻ എന്നാണ് തിയോഫനച്ചനെ പറ്റി പറയാറുള്ളത്. തിയോഫിൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന്റെ വെളിപ്പെടുത്തൽ, ദൈവത്തിന്റെ പ്രകാശം എന്നൊക്കെയാണ്. അച്ഛൻ ജീവിച്ചിരുന്ന സമയത്ത് ആ പൊന്നുരുന്നിയില് അച്ഛൻ കണ്ടുമുട്ടിയ മനുഷ്യർക്കും എല്ലാവർക്കും അച്ഛൻ പ്രകാശം കൊളുത്തിയിട്ട് പോയതാണ്. ഇന്നും നിരാശപ്പെടുന്നവർക്ക്, അസ്വസ്ഥതയിലൂടെ കടന്നു പോകുന്നവർക്ക് ഒരു ആശ്വാസത്തിന്റെ ദീപമായി, അണയാത്ത ദീപമായി ഇന്നും തിയോഫനച്ചൻ അവിടെയുണ്ട്. തിയോഫിനച്ചൻ്റെ കാര്യം വായിച്ചപ്പോൾ ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. എൻ്റെ മകള് കുറച്ച് കൊല്ലം മുന്നേ എനിക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് തരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടതാണ്. ഈ 2020 സെപ്റ്റംബർ 29 എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് തന്ന സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിശയിച്ചു പോയി. പിറ്റേ ദിവസം എനിക്ക് കാണിച്ചു തന്നു ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടത്. അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലൊരു സന്തോഷം തോന്നി. ഐ ഹാവ് ആൾവേസ് പോണ്ടഡ് വൈ യു ഹാഡ് ടു indulge in every other matter and find a solution or help every random person at our doorstep. Growing up, I realize there aren't many people like you, and the world would be a much better place if everyone was as kind as you. I have my own doubts and questions surrounding religion, but the closest I felt to the notion of God is you. That smile, attahasam. Let's up everyone. Happy birthday to the most selfless and poorest soul I have met, my mom. ഞാനിത് എനിക്ക് കാണിച്ചു തന്നപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, എനിക്ക് നല്ല സന്തോഷമായി. നിൻ്റെ ജോലി കിട്ടിയ കാശുകൊണ്ട് ഒരു ഡയമണ്ടിൻ്റെ മാല വാങ്ങിച്ച് തന്നാൽ പോലും എനിക്ക് ഇത്ര ഇഷ്ടം ആവുകയില്ല എന്ന് ഞാൻ പറഞ്ഞു അവളോട്. അത്രയും ഇഷ്ടമായി, നീ എന്നെ മനസ്സിലാക്കിയല്ലോ എന്ന്.
I have always found ഒരാളില്ലാതെ ഒരാൾക്ക് ജീവിക്കാം, പക്ഷേ അവരെ സ്നേഹിക്കാതെ ജീവിക്കാനാകും. ശ്വാസം ജീവൻ നൽകും, സ്നേഹം ജീവിതത്തിന് അർത്ഥം നൽകും. വാക്കുകൾ കുറയുമ്പോഴും അർത്ഥം കുറയാത്തതാണെന്ന ബന്ധം. ചിരിച്ച നിമിഷങ്ങളുടെ ഓർമ്മയല്ല, അപ്പോൾ ചുറ്റും കൂടുന്ന തിരക്കുകളുമല്ല, കരഞ്ഞ രാത്രികളിൽ കൂടെ നിന്ന സാന്നിധ്യമാണ്. സുഖത്തിന്റെ വെളിച്ചത്തിൽ നിഴൽ പോലെ നിൽക്കുന്നത് എളുപ്പം. ഇരുട്ടാകുമ്പോൾ തകർച്ചയുടെ ശബ്ദം കേട്ട് ഓടിപ്പോകാത്തവരാണെന്നേ സ്വന്തം. ശക്തമായ കാറ്റ് വീശുമ്പോൾ വിരൽ വിട്ട് കളയാത്തൊരു പിടിയുണ്ടല്ലോ. ഹൃദയം ക്ഷീണിക്കുമ്പോൾ തോളായി തോൽവികളിൽ കൈവിടാതെ പിടിച്ചു നിർത്തുന്നത്. ജീവിക്കാൻ വീണ്ടും വീണ്ടും പ്രേരിപ്പിക്കുന്നത്. സമയത്തിനൊപ്പമൊന്നുമല്ലെന്നേ, സ്നേഹത്തിനൊപ്പമാകണം യാത്ര. ഒരാളില്ലാതെ ആളൊരുങ്ങി അരങ്ങൊരുങ്ങി ആയിരം പേരൊരുങ്ങി കാണുവാൻ കണിയുണരാ ഇതുവഴി വാ. ആളൊരുങ്ങി അരങ്ങൊരുങ്ങി ആയിരം പേരൊരുങ്ങി കാണുവാൻ കണിയുണരാൻ ഇതുവഴി വാ. കൊന്ന പൂഞ്ചോലകളിൽ കുളിച്ചൊരുങ്ങി, കൊന്ന പൂഞ്ചോലകളിൽ കുളിച്ചൊരുങ്ങി തുമ്പിക്കുരുന്നേ തുമ്പക്കൂടത്തിൽ തുള്ളി തുള്ളി വാ. ഒരു മണി തെന്നലിൽ നീ ഇതിലേ വാ. ആളൊരുങ്ങി അരങ്ങൊരുങ്ങി ആയിരം പേരൊരുങ്ങി കാണുവാൻ കണിയുണരാൻ ഇതുവഴി വാ. പൂവിറുത്ത് കറിയും വെച്ച് പൂഴിമൺ ചോറും വെച്ച്, പൂവിറുത്ത് കറിയും വെച്ച് പൂഴിമൺ ചോറും വെച്ച് വിരുന്നൊരു വിളമ്പി തരാം. മാമാട്ടി കുട്ടിയമ്മ മാമുണ്ണാനോടിവായോ, തേൻകുമിളച്ചിറകുകളിൽ പാറിവായോ. മാമാട്ടി കുട്ടിയമ്മ മാമുണ്ണാനോടിവായോ, തേൻകുമിളച്ചിറകുകളിൽ പാറിവായോ. നാട് ചുറ്റി നഗരം ചുറ്റി നടവഴി നാലും ചുറ്റി ഏഴര പൊന്നാന മേലെ എഴുന്നള്ളി വാ. ആളൊരുങ്ങി അരങ്ങൊരുങ്ങി ആയിരം പേരൊരുങ്ങി കാണുവാൻ കണിയുണരാൻ ഇതുവഴി വാ. പൊന്നൊരുക്കി പവനൊരുക്കി പണ്ടങ്ങൾ പണിതൊരുക്കി, പൊന്നൊരുക്കി പവനൊരുക്കി പണ്ടങ്ങൾ പണിതൊരുക്കി ചമഞ്ഞൊരുങ്ങാ പറന്നു വരൂ. കുമ്മാട്ടി കൂത്തു കാണാൻ കൂട്ടരോടൊത്തുവായോ, കുമ്മിയിടാം കുരവയിടാം ഓടിവായോ. കുമ്മാട്ടി കൂത്തു കാണാൻ കൂട്ടരോടൊത്തുവായോ,
വായോ, കുമ്മിയിടാം കുരവയിടാം ഓടിവായോ. നാടു ചുറ്റി നഗരം ചുറ്റി നടവഴി നാലും ചുറ്റി ഏറെ പൊന്നാന മേലെ എഴുന്നള്ളി വാ. ആളൊരുങ്ങി ആരങ്ങൊരുങ്ങി ആയിരം പേരൊരുങ്ങി കാണുവാൻ കണിയുണരാൻ ഇതുവഴി വാ. കൊന്ന പൂഞ്ചോലകളിൽ കുളിച്ചൊരുങ്ങി, കൊന്ന പൂഞ്ചോലകളിൽ കുളിച്ചൊരുങ്ങി തുമ്പിക്കുരുന്നീ തുമ്പക്കൂടത്തിൽ തുള്ളി തുള്ളി വാ. ഒരു മണി തെന്നലിൽ നീ ഇതിലേ വാ. ആളൊരുങ്ങി ആരങ്ങൊരുങ്ങി ആയിരം പേരൊരുങ്ങി കാണുവാൻ കണിയുണരാൻ ഇതുവഴി വാ. എല്ലാവർക്കും നല്ലൊരു ദിവസം. നിങ്ങൾക്ക് സ്വയം പരിചയപ്പെടുത്തുമ്പോൾ സ്മാർട്ട്. എല്ലാവർക്കും ഗുഡ് നൈറ്റ് പ്രാർത്ഥനയോടെ.